തളിപ്പറമ്പ് കുപ്പത്ത് വീണ്ടും ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ. ഇന്നു മാത്രം 2 തവണയാണ് മണ്ണിടിഞ്ഞത്. വാഹനങ്ങൾ കടന്നുപോകുന്നതിനിടെ മണ്ണിടിയുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. സ്ഥലത്ത് പ്രതിഷേധവുമായി ആളുകളെത്തി. ഇന്നലെ മുതൽ മണ്ണിടിയുന്നതാണെന്നും ഇന്ന് രാവിലെയും ഉച്ചയ്ക്കുമാണ് മണ്ണിടിഞ്ഞതെന്നും നാട്ടുകാർ പറയുന്നു. രാത്രിയിൽ മണ്ണിടിഞ്ഞാൽ എന്താണ് സംഭവിക്കുകയെന്ന് അറിയില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. സംഭവത്തെ തുടർന്ന് സ്ഥലത്ത് നാട്ടുകാർ റോഡ് ഉപരോധിക്കുകയാണ്. കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഫലം പ്രസിദ്ധീകരിച്ചത്. കേസിൽ കുറ്റാരോപിതരായ പ്രതികൾക്ക് +1 പ്രവേശനത്തിനായി അപേക്ഷിക്കുന്നതിൽ തടസ്സമില്ലെന്നും കോടതി വ്യക്തമാക്കി. അതേസമയം കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകളിൽ അപേക്ഷിക്കുന്നതിനുള്ള സൗകര്യത്തിനായി അപേക്ഷ സ്വീകരിക്കുന്നത് ബുധനാഴ്ച വൈകിട്ട് 5 വരെ നീട്ടി. സംസ്ഥാനത്തെ +2 പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഫലം പ്രഖ്യാപിക്കും. 4,44,707 വിദ്യാർത്ഥികളാണ് 2ാം വർഷ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത്. മെയ് 14 ബോർഡ് മീറ്റിംഗ് തീരുമാനത്തിലാണ് നാളെ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുമെന്ന അറിയിപ്പ്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 2 ഗഡു ക്ഷേമ പെൻഷൻ കൂടി അനുവദിച്ചു. ശനിയാഴ്ച മുതൽ വിതരണം ആരംഭിക്കും. 1650 കോടി രൂപ ഇതിനായി അനുവദിച്ചതായും ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. മെയ് മാസത്തെ പെൻഷനൊപ്പം 1 ഗഡു കുടിശ്ശിക കൂടിയാണ് വിതരണം ചെയ്യുന്നത്. 62 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് 3200 രൂപ വീതം ലഭിക്കും. 5 ഗഡുവാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നത്. അതിൽ 2 ഗഡു മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരായ കണ്ടെത്തലുകൾ തെളിയിക്കാൻ തെളിവുകളുണ്ടെന്ന് ED. ഡൽഹി റൌസ് അവന്യൂ കോടതിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇരുവർക്കുമെതിരായ കേസ് നിലനിൽക്കുമെന്നും ED വ്യക്തമാക്കി. നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട് 142 കോടി രൂപ സോണിയയ്ക്കും രാഹുലിനും ലഭിച്ചെന്നും പ്രാഥമികമായി ഇരുവർക്കുമെതിരായ കേസ് നിലനിൽക്കുമെന്നും ED കോടതിയെ അറിയിച്ചു. കേസ് തുടർന്നും നിലനിൽക്കുന്നതാണെന്നാണ് ED വ്യക്തമാക്കിയിട്ടുള്ളത്. കന്നഡ സംസാരിക്കാൻ തയ്യാറാകാതിരുന്ന ബാങ്ക് മാനേജറിന് സ്ഥലം മാറ്റം. വനിതാ മാനേജർ സൂര്യയെ സ്ഥലം മാറ്റി SBI. പ്രാദേശിക ഭാഷകളെ ബഹുമാനിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു. പ്രാദേശിക ഭാഷയിൽ ആശയവിനിമയം നടത്താൻ ബാങ്ക് ജീവനക്കാർക്ക് പരിശീലനം നൽകണമെന്ന് കേന്ദ്ര ധനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. ചന്ദ്രപുരിയിലെ SBI ബ്രാഞ്ചിലാണ് സംഭവം നടന്നത്. അടുത്തിടെ മഹാരാഷ്ട്രയിൽ 2 കോവിഡ് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. 2 മരണങ്ങളും മുംബൈയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തത്. കൂടാതെ ജനുവരി മുതൽ കൊറോണ വൈറസിനായി ആകെ 6066 സ്വാബ് സാമ്പിളുകൾ പരിശോധിച്ചതായും അതിൽ 106 എണ്ണം പകർച്ചവ്യാധിക്ക് പോസിറ്റീവാണെന്നും പ്രസ്താവനയിൽ പറയുന്നു. ഇതിലേറിയ ഭാഗവും മുംബൈയിൽ നിന്നുള്ളതും ബാക്കിയുള്ളവ പൂനെ, താനെ, കോലാപൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ളതുമാണ്. അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മൂർച്ചകൂട്ടാൻ ഗോൾഡൻ ഡോം പദ്ധതിയുമായി ട്രംപ്. മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം മാതൃകയിലുള്ള ഈ സംവിധാനം എത്രയും വേഗം പ്രാവർത്തികമാക്കാനാണ് ട്രംപിന്റെ നീക്കം. US സ്പേസ് ഫോഴ്സ് ജനറൽ മൈക്കൽ ഗുഡ്ലൈനെ ദൌത്യത്തിന്റെ തലവനായി ട്രംപ് നിയമിച്ചിട്ടുണ്ട്. പ്രൊജക്ടിന്റെ ഡിസൈനും താൻ തെരഞ്ഞെടുത്തെന്ന് ട്രംപ് അവകാശപ്പെട്ടു. റഷ്യ, ചൈന എന്നിവരുടെ ഭീഷണികൾ ഇല്ലാതാക്കാനും അമേരിക്കൻ മാതൃഭൂമിയെ സംരക്ഷിക്കാനുമാണ് ഈ നീക്കമെന്നാണ് ട്രംപിന്റെ വിശദീകരണം.